ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ നിങ്ങൾക്കൊരു പുതിയ ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. പുതുതല്ല, പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാണ്. ഞാൻ മാത്യൂസ് വെൽനസ് വയനാടിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, രാവിലെ ഇഞ്ചി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇഞ്ചി ചായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് കണ്ടോ, ഇത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെല്ലം, ചായപ്പൊടി. ഇനി ഇഞ്ചി എന്ത് ചെയ്യാം, ഇഞ്ചി ഇങ്ങനെ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തു. ഇത് പാത്രത്തിലേക്ക് ഇട്ടു. ഇനി വെല്ലം ഒരു കഷ്ണം വെല്ലം. ഇത് കണ്ടോ, ഇതും എന്ത് ചെയ്തു, ഇതും പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഒരു ഗ്ലാസ് വെള്ളം, ഒരാൾക്കുള്ളതാണ് ഇത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിനെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ചായപ്പൊടി നമുക്ക് ഒരാൾക്ക് ആവശ്യമുള്ള ചായപ്പൊടി അത്യാവശ്യം അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്കറിയാം, ഇന്ന് രാവിലെ നല്ല ഹാപ്പിനെസ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതുകൂടാതെ ഓക്കാനം, ഛർദി, വയറ്റിൽ പ്രയാസമുണ്ടെങ്കിൽ ദഹന പ്രക്രിയ റെഡിയാക്കാൻ, തൊണ്ടവേദന, സന്ധിവേദന ഒക്കെ ആശ്വാസം കിട്ടും. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് വളരെ നല്ലതാണ്. നല്ല മാനസിക ഉന്മേഷം ലഭിക്കാൻ രാവിലെ നമ്മൾ കുടിക്കുമ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നു, പ്രത്യേകിച്ച് കഠിനാധ്വാനമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. വയറ്റിലെ അസിഡിറ്റി, വയറുവേദന തുടങ്ങിയ പ്രയാസങ്ങൾക്ക് ഇത് ആശ്വാസം കിട്ടും. വളരെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ സന്ധിവാതം ഉള്ള ആളുകൾക്ക് ആശ്വാസം കിട്ടാൻ വളരെ നല്ലതാണ്. ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഛർദിൽ അതിന് വളരെ ഇഞ്ചിച്ചായ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കീമോതെറാപ്പി പോലെയുള്ള ചികിത്സകൾ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഇഞ്ചിച്ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പോരാതെ നല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം ക്രമപ്പെടുത്താൻ ഇത് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ ഇത് വളരെയധികം ഗുണം ചെയ്യും. ശരീരഭാരം കുറയ്ക്കാൻ, കൊഴുപ്പ് എരിച്ചു കളയാൻ, വിശപ്പിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയിപ്പം ഇത് ഉണ്ടാക്കി നിങ്ങൾ കുടിച്ച് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ചില്ലേ, ഇത് ഒന്ന് കുടിച്ച് നോക്കിയതിന് ശേഷം ബാക്കി വിവരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് അറിയിച്ചിരിക്കുന്നു. താഴ്മയോടെ താല്പര്യപ്പെടുന്നു. ഇത് നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളിത് മറ്റുള്ളവർക്ക്, കാരണം ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത ധാരാളം പേരുണ്ടാവും, അപ്പം മറ്റുള്ളവർക്കും ഇത് ദയവ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഹാപ്പി ഗുഡ് മോർണിംഗ്. താങ്ക് യു.